ഡി രാജ MA ബേബിയായിട്ട് സംസാരിച്ചു. ബേബി കേരളത്തിലെ പാർട്ടി ഘടകം അത് പരസ്പരം ചർച്ച ചെയ്യട്ടെ, രണ്ട് ഘടകങ്ങളും തമ്മിൽ ചർച്ച ചെയ്യട്ടെ എന്നുള്ള നിലയിലുള്ളൊരു മറുപടിയാണ് പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബേബി ഒരു നിസ്സഹായത പ്രകടിപ്പിച്ചതായിട്ടാണ് എനിക്കതിൽ നിന്ന് തോന്നുന്നത്. ഇല്ലെങ്കിൽ അങ്ങനൊരു നിസ്സഹായ അവസ്ഥ അല്ല ഡി രാജ ആ വിഷയത്തിൻ്റെ ഗൗരവം പറഞ്ഞപ്പം പ്രകടിപ്പിക്കേണ്ടുന്നത്. ഗൗരവമായിട്ട് അതിനകത്ത് ഇടപെടണം. കാരണം CPIMൻ്റെ ദേശീയ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം എടുക്കുമ്പോൾ ആ നിലയിലായിരുന്നു ഒരു ഇടപെടൽ വേണ്ടുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ അവരുടെ പാർട്ടിക്ക് എന്തെങ്കിലും പുതുതായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴറിയില്ല. നിസ്സഹായത എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് CPIMൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. അത് ബേബിക്ക് മാത്രമല്ലേ പറയാൻ കഴിയൂ. എന്തായാലും ഒരു സംസ്ഥാനത്തെ ദേശീയ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തെ ഒരു മന്ത്രി നീങ്ങിയപ്പോൾ അതിൽ ഇടപെടാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടാം എന്നുള്ള നിലയിൽ പറയേണ്ടുന്നതായിരുന്നു. ഇപ്പം സ്റ്റേറ്റിലെ പാർട്ടികൾ രണ്ട് പാർട്ടിയുടെയും ലീഡർഷിപ്പ് തമ്മിൽ ചർച്ച ചെയ്യട്ടെ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. അതിനി എന്തെങ്കിലും ഡയറക്ഷൻ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ എനിക്കറിയില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നും നാളെയുമായിട്ടൊക്കെ അത് പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുത്ത മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായത് ഈ പദ്ധതിയിൽ നിന്നൊരു കാരണവശാലും സർക്കാർ പിന്നാക്കം പോകില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പലതവണ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ CPIMൻ്റെയും ഇന്ത്യയിലെ ലെഫ്റ്റ് പാർട്ടികളുടെയും നയത്തിന് വിരുദ്ധമായ നിലപാട് എടുക്കുന്നു എന്നുള്ളത് ഉറപ്പിക്കുക. അത് പിന്നെ എന്ത് വേണമെന്നുള്ളത് പാർട്ടി ആലോചിക്കട്ടെ. അതല്ല, ഇത് സംബന്ധിച്ച് ചർച്ച MA ബേബിയുമായി ഡി രാജ നടത്തിയ ചർച്ച ഡി രാജ എക്സിക്യൂട്ടീവിൽ ബ്രീഫ് ചെയ്തിരുന്നു, എക്സിക്യൂട്ടീവ് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ അഭിപ്രായം പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ അതായത് ദേശീയ നേതൃത്വത്തെ പോലെ ഭരിക്കുന്നതാണ് കേരളത്തിലെ ഒരു മന്ത്രി എന്ന് വിലയിരുത്തേണ്ടി വരില്ലേ? അതൊക്കെ അത്തരം വിലയിരുത്തലൊക്കെ അതാത് പാർട്ടികൾ നടത്തട്ടെ. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ അതിനകത്ത് ഇടപെടാനും അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ദേശീയ നേതൃത്വത്തിലെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ബേബി അതിന് ശ്രമിക്കും എന്നുള്ള ചിന്തയിലാണ് രാജ ആ ഡിസ്കഷന് വേണ്ടി പോയത്. ഇതിൻ്റെ കൂടെ അനുബന്ധിച്ചൊരു ചോദ്യം, ഇന്നലത്തെ ഉള്ള താങ്കളുടെയും അതേപോലെ ഡി രാജയുടെയും ഒക്കെ മാധ്യമങ്ങളോട് ഉള്ള സംസാരങ്ങളിൽ മനസ്സിലായത് ദേശീയ നേതൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ CPM ദേശീയ നേതൃത്വത്തിൽ നിന്ന് നീതി ലഭിക്കും, അല്ലെങ്കിൽ CPM ദേശീയ നേതൃത്വം ദേശീയ തലത്തിലുള്ള ഒരു നീതി CPIക്ക് ലഭിക്കും എന്നതായിരുന്നു. പക്ഷെ ആ തരത്തിൽ ഉണ്ടായില്ല എന്നല്ല. അതിനകത്ത് CPIക്ക് നീതി ലഭിക്കുന്നതല്ല വിഷയം. അത് CPIയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കക്ഷിക്ക് നീതി ലഭിക്കുന്നതിനെ കുറിച്ചല്ല. BJPയുടെയും RSSൻ്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത്. അതിൽ നിന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും വിദ്യാഭ്യാസ മേഖലയെ രക്ഷിച്ചെടുക്കണമെന്നുള്ളത് രണ്ട് പാർട്ടികളുടെയും ദേശീയ നയത്തിൻ്റെ ഭാഗമാണ്. അതിനനുസരിച്ചുള്ളൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത് CPIയുടെ മാത്രമായ ഒരു വിഷയമല്ല. അത് ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു കടമയുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു കത്ത് കൊടുക്കുകയും ആ നടപടിയെടുക്കുകയും ചെയ്തു. ഒരു കാര്യം, ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നാലും അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആയിരുന്നാലും അവരുടെ പ്രതികരണങ്ങളിൽ ഈ PMCയിൽ നിന്ന് പിന്മാറുമെന്ന് പറയുന്നില്ല. കാര്യം രണ്ടുപേരും ഇതിന് സാങ്കേതികത്വം പറഞ്ഞാണ് ഇതിൽ ഒപ്പുവെച്ചതിനെ ന്യായീകരിക്കുന്നത്. അപ്പോൾ ഇതിന് സംസ്ഥാന ഘടകങ്ങൾ ഇതിലൊരു തീരുമാനമെടുക്കട്ടെ എന്ന് പറയുമ്പോൾ CPIയുടെ വാമൂടി കെട്ടാനുള്ള തീരുമാനമാണോ? അല്ല, അതിൻ്റെ പേരിൽ CPIയുടെ വാമൂടി കെട്ടാനൊക്കത്തില്ലല്ലോ. CPMൻ്റെ ലീഡർഷിപ്പ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പേരിൽ CPIയുടെ വാമൂടി കെട്ടുന്നത് എങ്ങനെ? CPI അങ്ങനെ ആണെങ്കിൽ പിന്നെ 27-ാം തീയതി സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ യോഗം വിളിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. ഇപ്പോൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള ഡെവലപ്മെൻറ്റ്സൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ട് പാർട്ടി ഉചിതമായ തീരുമാനം